കൊല്ലം കുണ്ടറയിൽ പാലത്തിന് കുറുകെ രണ്ടിടത്ത് ടെലിഫോൺ പോസ്റ്റ് വെച്ചു. കുണ്ടറ ആറുമുറിക്കടയ്ക്ക് സമീപമാണ് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. ടെലിഫോൺ പോസ്റ്റ് രണ്ട് യുവാക്കൾ ചേർന്ന് മറച്ചിടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാജ്കുമാർ, എന്താണ് അറിയാൻ കഴിഞ്ഞത്? ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ഈ പ്രധാനപ്പെട്ട റോഡിൽ ദേശീയപാതയിൽ ഓരത്തുണ്ടായിരുന്ന അതായത് കാനറ ബാങ്കിന്റെയും SB ബാങ്കിന്റെയും സമീപത്തുണ്ടായിരുന്ന ഉപയോഗശൂന്യമായി കിടന്ന ഇരുമ്പ് ടെലിഫോൺ പോസ്റ്റ് രണ്ട് യുവാക്കൾ കയറി ചുവന്ന് ഇടവഴിയിലൂടെയാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തിച്ച് അവിടെ റെയിൽവേ ട്രാക്കിൽ വെച്ചത്. ട്രെയിൻ അട്ടിമറി ശ്രമമാണെന്ന് ഇപ്പോൾ ബോധ്യമാവുകയാണ്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ആ കടകളിലെല്ലാം ഇതുവരെ കടന്നു വരുന്ന ദൃശ്യങ്ങൾ, വിവിധ ആംഗിൾ ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രണ്ട് യുവാക്കൾ വരുന്നുണ്ട്. യുവാക്കളെ സംബന്ധിച്ചൊരു സൂചന വേണ്ടി പോലീസ് നീക്കം ആരംഭിച്ചു. സൂചന ലഭിച്ചു എന്നാണ് വിവരം. അക്കാര്യങ്ങൾ ഔദ്യോഗികമായി പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മറ്റു റോഡുകളിലൊക്കെ ഇവർ നടന്നു വരാനുള്ള വഴികളും വാഹനങ്ങളും എല്ലാം വന്നതാണോ തുടങ്ങിയതിന് വിവിധ റോഡുകളിലേക്കുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുന്നു. എന്തായാലും പോലീസിന്റെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി പോസ്റ്റ് നീക്കം ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നാട്ടുകാരത് കണ്ടില്ലായിരുന്നുവെങ്കിൽ വൻ ദുരന്തം തന്നെ സംഭവിച്ചതിനെ. പുലർച്ചെ 3:30 പാലരുവി എക്സ്പ്രസ് കടന്നു പോകുമ്പോഴാണ് ഈ ട്രെയിൻ അട്ടിമറിക്കാനായി ഒരു നീക്കം യുവാക്കൾ നടത്തിയത്. ഇവരുടെ എന്തായിരുന്നു ഉദ്ദേശം, എന്തിനാണ് ഇവർ അത് ചെയ്തത്, ഏതെങ്കിലും ലഹരിയിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങൾ. കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്ന് പറയുന്നത് മധുര റെയിൽവേ ഡിവിഷന്റെ കീഴിൽ വരുന്ന മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ മധുരയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. സേഫ്റ്റി വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അതുപോലെ മധുരയിലെ ഇതിന്റെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. റെയിൽവേ പോലീസും RPF-ഉം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുണ്ടറ പോലീസും എഴുകോൺ പോലീസും ഒരു ടീം കോൺസ്റ്റബിൾ അവരും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.